നമസ്കാരം. സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും സഭയിൽ ഉന്നയിച്ചത്. ചോദ്യപേപ്പർ കുംഭകോണം, അഗ്നിപത് പദ്ധതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ വേട്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായ കടന്നാക്രമണം, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി കരുതിക്കൂട്ടി ഞെരുക്കുന്നത്, മണിപ്പൂർ കലാപം എന്നീ വിഷയങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച എംപിമാർ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ശക്തമായി തൂക്കിയടിച്ചത്. ന്യൂനപക്ഷങ്ങളെ, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അധിക്ഷേപ ശരങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറയുകയുണ്ടായി. രാജ്യത്തിപ്പോൾ ബുൾഡോസർ പാർട്ടിയായി BJP പരിണമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും BJPയുടെ താമര ചിഹ്നം ഇനി മുതൽ ബുൾഡോസറാക്കി മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇവർ നിർമ്മിക്കുന്നതെല്ലാം നിലംപൊത്തുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് ഫൈസാബാദിൽ BJP തോറ്റു തൊപ്പിയിട്ടത്. മോദി മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നുള്ളതാണ് തോറ്റ് തുന്നമ്പാടിയതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ. മറ്റൊന്ന്, കേന്ദ്രം നടത്തുന്ന മുഴുവൻ പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ ചോർന്നതാണ് പ്രധാന വിഷയമായിട്ടുള്ളത്. കേന്ദ്രത്തിന് പരീക്ഷ നടത്താൻ കഴിവില്ലെങ്കിൽ പരീക്ഷ നടത്തിപ്പ് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുന്നതല്ലേ ഉചിതം. JNU അടക്കമുള്ള കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പുതിയ പ്രവേശന പരീക്ഷ തെക്കേ ഇന്ത്യയിലെ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കാനുള്ളതാണെന്നുള്ള വസ്തുത കണ്ടെത്തിയിരിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ പോലും കാവ്യവൽക്കരിക്കുന്ന സാഹചര്യമാണ് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗാന്ധിജി മരിച്ചത് പനി പിടിച്ചാണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോയത് നാഥൂറാം ആണെന്നുമൊക്കെ നാളെ ഒരു കാലത്ത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സാഹചര്യം ഒട്ടും അകലെയല്ല. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും സാമ്പത്തികമായി മനഃപൂർവ്വം ഞെരുക്കുന്ന സാഹചര്യവും നിലവിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ടറൽ ബോണ്ട് അഴിമതിയിലൂടെ BJP കോടിക്കണക്കിന് രൂപയോളമാണ് തട്ടിയെടുത്തത്. അടിയന്തരാവസ്ഥയെ ഇപ്പോൾ വിമർശിക്കുന്ന BJP പണ്ട് ഇന്ദിരയെ പ്രകീർത്തിച്ചവരാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. വാജ്പേയി ഇന്ദിരയെ ദുർഗ എന്ന് വിശേഷിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി ഇന്ദിരയെ ഇന്ത്യയുടെ മാതാവെന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി, മഹുവ മൊയ്ത്ര, രാജ, മനീഷ് തിവാരി തുടങ്ങിയവരും രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ, സഞ്ജയ് സിംഗ്, മനോജ് ഝാ, തിരുച്ചി ശിവ എന്നിവരും കാവി സർക്കാരിനെ കടന്നാക്രമിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ അനുരാഗ് ഠാക്കൂർ ആണ് നന്ദി പ്രമേയം അവതരിപ്പിച്ചത്.